നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ, മാസം ഇപ്പോൾ 2000 രൂപ ലഭിക്കുന്ന മറ്റു സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ എന്നിവ ലഭിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വീടുകളിൽ AC അതുപോലെ തന്നെ 4 ചക്ര വാഹനമെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പെൻഷൻ മുടങ്ങുമോ, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ നാടുകളിൽ ഇപ്പോൾ ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന കാലമാണ്. 35 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെയുള്ള ചൂടുകളാണ് എല്ലാ ദിവസവും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വീടുകളിലും ഇപ്പോൾ AC വെക്കുന്നുണ്ട്. ഇങ്ങനെ വീടുകളിൽ AC വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ മുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ മാസം 2000 രൂപ ലഭിക്കുന്ന പെൻഷനെ കുറിച്ചാണ്. വിധവാ പെൻഷൻ, കാർഷിക പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ പോലത്തെ പെൻഷനുകൾ വീട്ടിൽ AC വെച്ച് കഴിഞ്ഞാൽ പെൻഷൻ മുടങ്ങുമെന്നുള്ള സത്യമാണ്. ഈ ഒരു പെൻഷനെ മാനദണ്ഡത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. വീട്ടിൽ AC അതുപോലെ തന്നെ 4 ചക്ര വാഹനമുള്ള ആളുകൾ ഇവർക്ക് പെൻഷൻ മുടങ്ങുമെന്നുള്ളത്. 60 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് പെൻഷൻ വാങ്ങുന്ന ആളുടെ പേരിലാണ് വീടെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾ AC വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് ആ പെൻഷൻ മുടങ്ങുന്നതാണ്. ഇത് കുറച്ച് മുമ്പുള്ളൊരു നിയമമാണ്. അന്ന് നമ്മുടെ നാടുകളിൽ AC വളരെ അപൂർവം വീടുകളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഓരോ വർഷവും ചൂടിൻ്റെ കാഠിന്യം കൂടുകയും എല്ലാ വീടുകളിലും ഇപ്പോൾ AC വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ AC വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെൻഷൻ മുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം വരും ദിവസങ്ങളിൽ തന്നെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ വോട്ടെണ്ണലാണ്. അതിനുശേഷം പുതിയ ഭരണസമിതി അധികാരത്തിൽ വരികയും ആ സമയത്ത് ഇങ്ങനെയുള്ള നിയമങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ വരികയും എന്ന് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒട്ടുമിക്ക ആളുടെയും വീടുകളിൽ ഇപ്പോൾ AC ഉണ്ട്. ഈ AC യുടെ കാരണം പറഞ്ഞ് ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലാത്ത ആൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മറ്റ് സ്ത്രീ സുരക്ഷാ പെൻഷൻ, അതുപോലെ തന്നെ മീറ്റ് സ്കോളർഷിപ്പ് പെൻഷൻ പോലത്തെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇപ്പോൾ ഈ നിയമം ബാധകമല്ല. കാരണം ഇത് പുതിയതായി വന്നൊരു പെൻഷനാണ്. ഇപ്പോൾ 2 മാസത്തെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ജനുവരി മാസം മുതലാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പെൻഷൻ്റെ നിയമത്തിൽ അല്ലെങ്കിൽ ആ പെൻഷൻ്റെ ചട്ടത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാത്തത് കൊണ്ട് തന്നെ അവർക്കിത് ബാധകമല്ല. വാർദ്ധക്യ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ തൽക്കാലം ബാധകമായിട്ടുള്ളത്. നമ്മൾ 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ, അതുപോലെ തന്നെ സ്വന്തമായി രണ്ട് വീടുകളുള്ള ആളുകളാണെങ്കിൽ, മാതാപിതാക്കളുടെ പേരിലുള്ള സ്ഥലത്ത് മക്കൾ വീട് വെച്ചാലും ആ വീട് ഇപ്പോൾ നിയമപ്രകാരം മാതാപിതാക്കളുടെ പേരിൽ തന്നെയായിരിക്കും. അങ്ങനെ അവർക്ക് 2 വീടുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ മുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ ടാക്സി വാഹനമല്ലാതെ മറ്റ് 4 ചക്ര കാറുകളുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ മുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിൽ AC മറ്റ് സൗകര്യങ്ങളുള്ള ആളുകളാണെങ്കിലും അവർക്കും പെൻഷൻ മുടങ്ങുന്നതാണ്. ഇതെല്ലാം ഈ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയ നിയമമായതുകൊണ്ട് തന്നെ അന്നിത് ഒട്ടുമിക്ക വീടുകളിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിയമം വന്നിട്ടുള്ളത്. ഇനി ഒരു പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മാറ്റം വരും നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം.